അങ്ങനെ കൺസിസ്റ്റൻസിയുടെ അടുത്ത ദിവസത്തിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഈ കൺസിസ്റ്റൻസി എന്നുള്ള വാക്ക് ഈ വീഡിയോക്ക് മാത്രമേ ഉള്ളൂ. എൻ്റെ വർക്കൗട്ട് റുട്ടീൻ്റെ കാര്യത്തിൽ ഫുള്ളും താളം തെറ്റി കിടക്കുക. എന്താ കഥ എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. രാവിലെ എണീച്ചതും പ്രോപ്പറായിട്ടുള്ള സ്ട്രെച്ചിങ്ങും വാമപ്പൊക്കെ കഴിഞ്ഞിട്ട് നേരെ കാർഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ഇന്ന് നമുക്കൊരു 20 മിനിറ്റ്സ് റണ്ണിങ്ങും പിന്നെ ഒരു 40 മിനിറ്റ്സ് വാക്കിംഗ് ആണുള്ളത്. അത് കഴിഞ്ഞിട്ട് നേരെ റൂമിലോട്ട് വന്നു. അങ്ങനെ എപ്പോഴും ചെയ്യുന്ന പോലെ ബ്ലാക്ക് കോഫി ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് കോഫിയുടെ കടുപ്പം കുറച്ച് കൂടി. കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അതും കുടിച്ച് നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഓഫീസിലോട്ട് പോയി. ഇന്ന് പിന്നെ ഒരുപാട് സണ്ണിയും അല്ല എന്നാൽ പിന്നെ ക്ലൗഡിയും അല്ലാത്ത ഒരു ക്ലൈമറ്റ് ആയിരുന്നു. കൊള്ളാം, ഒരു രസമൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് നേരെ ഫുഡ് മേടിക്കാമെന്ന് പറഞ്ഞ് ഉച്ചയ്ക്ക് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡ് മേടിച്ച് വരുമ്പോൾ ഒരു മാമ്പഴമൊക്കെ കിട്ടി. ഇങ്ങനെ വൈകുന്നേരം ആയപ്പോൾ രാവിലത്തെ സണ്ണിയും ക്ലൗഡിയും ഒന്നുമല്ല, ഒരു മഴയ്ക്കുള്ള സാധ്യത ഞാൻ കണ്ടു. എന്നാൽ പിന്നെ ഒരു ചായ മസ്റ്റായിട്ട് കുടിക്കണം എന്ന് തോന്നി. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ ചായ കുടിക്കാനായിട്ട് വന്നു. പൊതുവേ ഇങ്ങോട്ടേക്കല്ല വരാറുള്ളത്, പുതിയ കടയാണ്. അപ്പോൾ എങ്ങനെയുണ്ട് നോക്കാൻ വേണ്ടി കയറിയതാ. ഇതും നൈസായിട്ടുണ്ട്. അങ്ങനെ വൈകുന്നേരം ജിമ്മിൽ പോകാമെന്നെല്ലാം പറഞ്ഞ് റെഡിയായി നിൽക്കുമ്പോൾ ഒരു കാര്യം പറഞ്ഞത് തൊട്ടടുത്ത് കോയമ്പത്തൂർ ബോർഡറിൽ ഒരു ഉത്സവം ഉണ്ട് എന്നെല്ലാം. ആദ്യം പോകണോ വേണ്ടിയോ എന്നൊക്കെ ആലോചിച്ച് വന്നു. പിന്നെ ക്രെയിനെല്ലാം വരും എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയി. ഞാൻ നേരത്തെ പറഞ്ഞില്ല കൺസിസ്റ്റൻസി, അത് വർക്കൗട്ടിൻ്റെ കാര്യത്തിൽ ഇവിടെ ബ്രേക്ക് ആയിട്ടുണ്ട്. ശരി, ഒരു ദിവസമല്ലേ എന്ന് പറഞ്ഞിട്ട് ഞാനും പോയി കാണാനായിട്ട്. ഇവിടെയുള്ള ഈ ലൈറ്റ് വർക്ക്സിൻ്റെ പരിപാടിയൊക്കെ കൊള്ളാം, പക്ഷേ ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്നുള്ളത് എനിക്ക് ഇനിയും മനസ്സിലായിട്ടില്ല. അവിടെ നിന്ന് കുറച്ച് ഫ്രണ്ടിലോട്ട് പോയപ്പോൾ ഇങ്ങനത്തെ പരിപാടിയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഞാൻ സിനിമയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ക്രെയിന്, അതാണ് അത്. ആൾക്കാരെങ്ങനെ പൊക്കിയിട്ടുള്ള എന്തൊക്കെയോ പരിപാടിയാണ്. എന്താ സംഭവം എന്ന് അന്വേഷിച്ചപ്പോൾ അഴകർ കുത്ത് എന്നൊക്കെയാണ് പറഞ്ഞത്. അങ്ങനെയുള്ള പരിപാടിയെല്ലാം കണ്ട് പതുക്കെ അവിടെ നിന്ന് തിരിച്ചു വരുമ്പോൾ കുറച്ച് അലുവയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഒരു പീസ് അലുവയും കഴിച്ച് എങ്ങനെ നിൽക്കുമ്പോഴാണ് പിന്നാലെ മണി അടിക്കുന്ന ശബ്ദമൊക്കെ. എന്താന്ന് പറഞ്ഞ് തിരിഞ്ഞ് നോക്കിയപ്പോൾ അത് അതൊക്കെയാണ്. കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പിയായി. അവിടെ നിന്ന് വരുന്ന വഴിക്ക് ഫുഡ് കഴിക്കാനായിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. സിമ്പിളായിട്ട് 2 ദോശ കഴിച്ചത്. ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നു. ഇപ്പോൾ പോയി കിടന്നാൽ പ്രോപ്പറായിട്ടുള്ള റെസ്റ്റ് കിട്ടും. അങ്ങനെ ഫുഡും കഴിച്ച് റൂമിൽ എത്തിയിട്ട് എടുക്കാനുള്ള ഫിഷ് ഓയിൽ എടുത്തിട്ട് ഞാൻ എൻ്റെ ഡേ അവസാനിപ്പിച്ചു. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിരിക്കുക. നാളെ കാണാം. ബായ്.